ഏട്ടനാണ്, അത് മറക്കരുത്. ബോക്സ് ഓഫീസ് ഷെയറിൽ 5-ൽ 3 തൂക്കി മോഹൻലാൽ. വാരിക്കൂട്ടിയത് റെക്കോർഡ് നേട്ടം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കിയ 2018 ആണ് ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത്. എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും മലയാളം സിനിമ തകർത്ത് മുന്നേറുന്ന കാഴ്ചയാണ് ഇപ്പോഴുണ്ടാകുന്നത്. മികച്ച പ്രതികരണങ്ങൾ നേടുന്നതിനോടൊപ്പം കളക്ഷനിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ മോളിവുഡിന് സാധിക്കുന്നുണ്ട്. നിരവധി 100 കോടി സിനിമകൾ ഇപ്പോൾ മലയാളത്തിന്റെ ഭാഗമാണ്. ഇപ്പോഴിതാ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഷെയർ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഡ്രാക്കന്മാരുടെ ലിസ്റ്റ് പ്രകാരം മോഹൻലാൽ ചിത്രമായ തുടരും ആണ് 1-ാം സ്ഥാനത്ത്. 50.50 കോടി ഷെയർ ആണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. കേരളത്തിൽ നിന്നും 50 കോടി ഷെയർ നേടുന്ന ആദ്യ മലയാള സിനിമ കൂടിയാണ് തുടരും. തരുൺ മൂർത്തി ഒരുക്കിയ സിനിമ മലയാളത്തിലെ സകല റെക്കോർഡും തകർത്താണ് തിയേറ്റർ വിട്ടത്. പ്രകാശ് വർമ്മ, ബിനു പപ്പൂർ, ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, തോമസ് മാത്യു, ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ ആണ് ലിസ്റ്റിൽ 2-ാമത്. 39 കോടി ഷെയർ ആണ് എമ്പുരാൻ കേരളത്തിൽ നിന്നും നേടിയത്. മികച്ച പ്രതികരണം നേടിയ സിനിമ 325 കോടിയാണ് ആഗോള ബിസിനസ്സിലൂടെ നേടിയത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് മുരളി ഗോപിയാണ്. മലയാള സിനിമയുടെ ആദ്യ 300 കോടി നേട്ടം കൂടിയാകുകയാണ് ഇതോടെ എമ്പുരാൻ. 266.45 കോടിയാണ് എമ്പുരാന്റെ ആഗോള കളക്ഷൻ എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 105.43 കോടി ഇന്ത്യയിൽ നിന്ന് നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ 124.40 കോടിയാണ്. ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കിയ 2018 ആണ് ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത്. 36 കോടി ഷെയർ നേടിയ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. മോഹൻലാലിന്റെ തന്നെ പുലിമുരുകൻ ആണ് 4-ാമത്. വൈശാഖ് സംവിധാനം ചെയ്ത സിനിമ 34 കോടി ഷെയർ ആണ് കേരളത്തിൽ നിന്നും നേടിയത്. മലയാളത്തിലെ ആദ്യ 100 കോടി സിനിമയാണ് പുലിമുരുകൻ. 32.75 കോടി രൂപ ഷെയറുമായി ആടുജീവിതമാണ് 5-ാം സ്ഥാനത്തുള്ളത്. ബ്ലസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. സുരേഷ് ഗോപി ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധം. സെൻസർ ബോർഡിനെതിരെ സംഘപരിവാർ സംഘടനയായ തപസ്യ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് പ്രദർശനാനുമതി നൽകാത്തതിൽ വിമർശനവുമായി സംഘപരിവാർ സംഘടനയായ തപസ്യ. സെൻസർ ബോർഡ് നിലപാട് ബാലിശമാണെന്ന് തപസ്യ പത്രക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. നിസാരവും ബാലിശവുമായ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് ശരിയായ നടപടിയല്ല. സാഹിത്യമായാലും സിനിമയായാലും അവയുടെ ശീർഷകങ്ങളും കഥാപാത്രങ്ങളുടെ പേരുകളും നിശ്ചയിക്കാൻ സൃഷ്ടാക്കൾക്കാണ് അവകാശം. പുരാണ കഥാപാത്രങ്ങളുടെ പേരുകൾ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ഇടരുത് എന്ന് തീരുമാനിക്കാനാവില്ല. ഭാരതത്തിൽ ജാതിമത ഭേദമന്യേ ബഹുഭൂരിപക്ഷം വ്യക്തിനാമങ്ങളും ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ളവയാണ്. ഇത്തരം പേരുകൾ അടങ്ങിയ ശീർഷകങ്ങളുള്ള നിരവധി സിനിമകൾ രാജ്യത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം ഒരു വിലക്ക് ഏർപ്പെടുത്താനുള്ള സാഹചര്യം എന്താണെന്ന് CBFC വ്യക്തമാക്കണമെന്നും തപസ്യ ആവശ്യപ്പെട്ടു. ഈ നിലപാടിൽ നിന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട ചെയർമാന് തപസ്യയുടെ ഭരണസമിതി കത്തും നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക.